ഹായ് ഓൾ. നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിനെല്ലാം റെക്കഗ്നിഷൻ കിട്ടിയെന്ന് വരില്ല. അതിനെല്ലാം എത്രമാത്രം വാല്യൂ ഉള്ള കാര്യങ്ങളാണ് എന്നുള്ളത് എപ്പോഴും എല്ലാവരും അത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നോ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നോ ഇല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ വീട്ടിൽ ചായ ഉണ്ടാക്കുന്നു. ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ആ ചായക്കടയിൽ എത്രമാത്രം ചായ വിറ്റു പോകുന്നു എന്നുള്ളത് ആം, അത് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യും, അല്ലെങ്കിൽ ആ കട നടത്തിക്കൊണ്ട് പോകുന്ന ആൾ റെക്കഗ്നൈസ് ചെയ്യും. പക്ഷെ ഒരു വീട്ടിൽ എത്രമാത്രം ചായ ഉണ്ടാക്കുന്നു എന്നുള്ളത് ആരും അത്രമാത്രം റെക്കഗ്നൈസ് ചെയ്യില്ല. അത് റിക്വസ്റ്റ് ചെയ്യുന്ന ആൾ പോലും ഐഡൻറ്റിഫൈ ഇല്ല. ഓക്കെ, ഒരു പ്രൊവൈഡർ എനിക്കുണ്ട്, എനിക്ക് ചായ കിട്ടുന്നുണ്ട് എന്നുള്ളത് ആൾ റെക്കഗ്നൈസ് ചെയ്യില്ല, അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യില്ല. അപ്പോൾ ഈ ചായക്കടയുടെ എക്സാമ്പിൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ദ വേ ഹൗ ഇറ്റ് ഈസ് ലൈക്ക് അത് മോണിറ്ററൈസ് ചെയ്യപ്പെടുമ്പോൾ അത് ജി ഡി പിയുടെ ഒരു ഭാഗമാണ്. അതായത് എക്സാമ്പിൾ ആ ചായക്കട. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു വീട്ടിലുണ്ടാക്കുമ്പം ഒരിക്കലും ആ ചായ ഉണ്ടാക്കുന്ന ആളോ അല്ലെങ്കിൽ എത്രമാത്രം എഫേർട്ട് അയാൾ ഇടുന്നുണ്ടെന്നോ അയാളുടെ ഉം, എന്ത് കാര്യം മാറ്റി വെച്ചിട്ടാണ് ഈ റെക്കറൻ്റ് ആയിട്ടുള്ള വീട്ടിലെ ആൾക്കാരുടെ റിക്വസ്റ്റ് ഇയാൾ മീറ്റ് ചെയ്യുന്നതെന്നോ ആ കിട്ടുന്ന ആൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അയാൾക്കൊരു വാല്യൂ കൊടുക്കുന്നുണ്ടാവില്ല. അപ്പം നമ്മളൊരിക്കലും ജി ഡി പിയുടെ ഭാഗമല്ല. ലെറ്റ് ഇറ്റ് ബി എ മെൻ ഓർ എ വിമൻ, ഹൂവെവർ ഇറ്റ് ഈസ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം, ഇത് എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. എനിക്ക് എക്കണോമിക്സ് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നില്ല ഒരു പോയിന്റ് വരെ. ഇപ്പം അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിന് കാരണം ഒരു റൈറ്ററാണ്. അത് ഷോ യു ദ ബുക്ക്. ഡെഫിസിറ്റ്, എമ്മ ഹോൾട്ടൻ്റെ നല്ലൊരു ബുക്കാണിത്. ഞാൻ അതേപോലത്തെ ഒരു ഷെയ്ഡുള്ളൊരു കളർ പെന്നും വാങ്ങിക്കും. ബിക്കോസ് ഞാനെപ്പോഴും വായിക്കുന്ന ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ അതേ ഷെയ്ഡുള്ളൊരു പെന്ന്, അതിൻ്റെ ഏതെങ്കിലും ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് കളറിലുള്ള ഒരു സ്കെച്ചോ അല്ലെങ്കിൽ പെന്നയോ വാങ്ങിക്കും. അത് എനിക്കിഷ്ടമാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിമൻ ഒരു എക്കണോമിക്സ് അല്ലെങ്കിൽ ഒരു ജി ഡി പിയുടെ ഭാഗം അല്ലാതെ ആവുകയാണ്. അവരുടെ ഒരു വാല്യൂ, അവർക്ക് കൊടുക്കേണ്ട റെക്കഗ്നിഷൻ കിട്ടുന്നില്ല ജി ഡി പിയിൽ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ കേരളത്തിലെ ഒരു എക്സാമ്പിൾ അത് ഞാൻ കാണാനിടയായി. കുടുംബശ്രീ യൂണിറ്റ്, അവർ ഈ പറഞ്ഞ പോലെ എത്രമാത്രം റിമാർക്കബിൾ ആയിട്ടാണ് അവരുടെ സർവീസസ് സൊസൈറ്റിയിൽ യൂസ് ചെയ്യപ്പെടുന്നത്, ഒരു കമ്മ്യൂണിറ്റി വർക്ക് പോലെ. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് ഞാൻ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഈ കമ്മ്യൂണിറ്റി വർക്കേഴ്സ് എല്ലാവർക്കും അവർ റെക്കഗ്നൈസബിൾ ആണോ, ജി ഡി പിയിൽ അവർ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് ഞാൻ എന്നെ കുറച്ച് ചിന്തിപ്പിച്ച കാര്യമാണ്. ഇതെൻ്റെ ഒരു റീസെൻറ്റ് റീഡാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റീസെൻറ്റ് റീഡാണ് ഈ ബുക്ക്. ഇത് ഞാൻ ആക്ച്വലി 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് വായിച്ചു. നല്ല നല്ല ബുക്കാണിത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എക്കണോമിക്സ് എനിക്ക് മുൻപ് എപ്പോഴും ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഡേറ്റ അതുപോലെയാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷെ ഈ ബുക്ക് വായിച്ചപ്പോഴാണ് വിമൻ എത്രമാത്രം പോളിസി ബിൽഡിങ്ങിലേക്കും കൂടി അവരുടെ പ്രൊമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളത് ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കാം, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ബ്യൂട്ടിഫുൾ റീഡാണ് കേട്ടോ, അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റീഡൊന്നും അല്ല. ഒരു സിമ്പിൾ ഇംഗ്ലീഷിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. I'll read it out for you. We have come across several paradoxes in this book, and now we end with possibly the most important one. On the one hand, care has no value, and on the other, it makes all other work possible. Throughout history, we have attempted to solve this paradox, most chiefly within and outside the bounds of the law. Care work has been done in the home, in slavery, in poorly paid work backed up by racism and discrimination. ഇത് നല്ലൊരു ബുക്കാണ്. എക്കണോമിക്സ് ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരാണെങ്കിലും നിങ്ങൾ ഇത് വായിക്കണം. ഇതിൽ പറയുന്ന ഇത് ആക്ച്വലി ഈ ഓഥർ എഴുതാൻ കാരണം എന്താണെന്നറിയോ? ഡെൻമാർക്കിലൊരു റിപ്പോർട്ട് വന്നിരുന്നു. അതായത് വിമൻ ഒരു ബേർഡനാണ് സൊസൈറ്റിക്ക്, അവർ ടാക്സ് ശരിക്കും ഒരു മെനിൻ്റെ അത്ര പേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ബുക്ക് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ വിമൻ ചെയ്യുന്ന കാര്യങ്ങൾ, ദ വാല്യൂ
ദ കെയർ, അതിൻ്റെ ആ കെയറെല്ലാം ഒരു ദിവസം ഇല്ലാതായി പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കോൺട്രറി ആയിട്ട് സംഭവിക്കുക എന്നുള്ളതാണ് ഈ ബുക്ക് നമ്മളോട് പറയുന്നത്. ആൻഡ് അറ്റ് ദി എൻഡ് അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് വിമൻ ഇൻ ദ സൊസൈറ്റി. അവർ വീട്ടിൽ ഉള്ള ജോലികൾ മാത്രമല്ല, ദേ ആർ ഡൂയിങ് മച്ച് മോർ ദൻ ദാറ്റ്. നമുക്ക് കാണാത്ത പലതും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഡിക്ലറേഷനും ഒരു മോർ വിസിബിലിറ്റി ടു ദ ഐഡൻറ്റിറ്റി കൂടെ കൊണ്ടുവരുന്നുണ്ട് ഈ ബുക്ക്. എന്തായാലും ഒന്ന് വായിച്ചു നോക്കുക. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റീഡ്. താങ്ക് യു.